എന്തോ പറ്റിയടേ? ഇവിടുന്ന് പോകുമ്പോഴേ മുട്ടക്കുരു പോലെ ഓടി നടന്നിരുന്നാണല്ലോ. ഇപ്പൊ എന്തോ പറ്റി? ദോസേട്ടാ, ഈ തിരുവാതിരക്കകത്ത് കുമ്മി അടിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ കുമ്മി അങ്ങോട്ട് ഇങ്ങനെ അടിക്കുവേ എന്റെ നടുവിനൊന്നൊരു മിന്നൽ പോലെ വന്നിട്ട് വേദന കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ ദോസേട്ടാ. അയ്യോ ഈ മിന്നൽ പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് തുള്ളാൻ പോകരുതെന്ന്. ഇപ്പൊ എന്തായി? പറഞ്ഞാ കേക്കുമോ? ചേട്ടാ, അവിടെ ആതിരയെന്ന് പറഞ്ഞോണ്ടൊരു പെൺപിള്ളയുണ്ട്. കെട്ടിയോ ഭയങ്കര ബിസിനസ്മാനാ, ഭയങ്കര ടീമാ അവരെ. അവൾ നമ്മൾ നാട്ടിൽ പറയത്തില്ലേ സൊസൈറ്റി ലേഡി എന്ന് പറഞ്ഞിട്ട് സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ട് ചുണ്ടും ഒക്കെ ചോപ്പിച്ച് അവർക്ക് തന്നെ ഓടിച്ച് നടക്കാൻ ഒരു ബെൻസ് കാറാ ഉള്ളത്. കെട്ടിയോന് വേറെയും ഭയങ്കര ടീമാ, കാശ് ടീമാ. അവർ ഇതേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മലയാളി അസോസിയേഷൻ, സമാജം, മറ്റേ മധ്യമടി ഇങ്ങനെ അങ്ങ് നടക്കുക. വേറെ പണിയൊന്നുമില്ല. നാട്ടിൽ നിന്നൊരു ജോലിക്കാരിയെ കൊണ്ടു വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതിങ്ങനെയൊക്കെ നടന്നാ മതി. അവിടെ ഇടം കൈയാണ് പ്രേമലത, വലം കൈ ജലജ. പിന്നെ ഇവരെ ചുറ്റിപ്പറ്റി ഒരു 3-5 ഉണ്ട്. ഒരു ഗൗരി, ലക്ഷ്മി, പേരെല്ലാം ഓർക്കുന്നില്ല. ഇവളുമാരെല്ലാമാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ ആൾക്കാരിക്കാണ്. പക്ഷെ മെയിൻ എന്ന് പറയുന്നത് ഈ ആതിരയാണ്. അവളുടെ ബെൻസിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. എന്റെ പൊന്നേട്ടാ, എനിക്ക് വയ്യാനേട്ടാ. നിനക്ക് വേദനയ്ക്ക് മൂവിട്ട് ഞാൻ തടവി തരാം, അല്ലാതെ പറഞ്ഞ അനുസരിക്കത്തില്ലല്ലോ. അല്ല ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്നെ ആശുപത്രി വല്ലതും കൊണ്ടുപോകണമെന്ന് എനിക്ക് തീരെ വയ്യ. അവിടെ ആതിര എന്ന് പറയുന്നോള് എന്നെക്കാട്ടി ഒരു 10 വയസ്സിന് മൂത്ത. അവൾ എന്നെ വിളിക്കുക, ചേച്ചി ചേച്ചി വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ടാ വരുന്നേ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു കുഞ്ഞാ, ഞാൻ ഒരു ജോലിയും ചെയ്യാറില്ല. ഞാനും ഈ കുഞ്ഞുങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് എന്റെ ഹസ്ബൻഡ് എല്ലാ ജോലിയും അങ്ങ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്തിനാ കുറയ്ക്കുന്നേ? അവൾ ഇവിടെ ബെൻസ് ഒക്കെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വണ്ടിയില്ലെന്നേ ഉള്ളൂ, നാട്ടിലേ ഞങ്ങൾക്ക് ഒരു ലംബോർഗിനി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ തുള്ളാൻ മാത്രമല്ല, നിനക്ക് നല്ലതുപോലെ തള്ളാനും അറിയാമെന്നുള്ള വിവരം എനിക്കറിയാമല്ലോ. എനിക്കൊരു വെള്ളം വേണ്ട, എനിക്ക് സുലൈമാൻ അല്ല, എനിക്കൊരു ചായ ഇട്ടുണ്ട് അവസ്ഥേട്ടാ. എടേ താണ്ടേ, തന്നെ തിരക്കി ഒരു കൂട്ടുകാരി വന്ന് നിൽക്കുന്നു ഇവിടെ. ആരാന്ന് എനിക്ക് അറിയത്തില്ല. നീ മുമ്പേ പറഞ്ഞില്ലേ പൈസയുടെ കുന്തളിപ്പുള്ളതെന്നോ സൊസൈറ്റി ലേഡിയാണെന്നോ ഒക്കെ പറഞ്ഞു. അതാണെന്ന് തോന്നുന്നു.